ഹായ്, വെൽക്കം ടു ദ വീഡിയോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 3 ടയർ ആർക്കിടെക്ചറിനെ പറ്റിയിട്ടാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് PHP ഫോംസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ PHP ഫോം എങ്ങനെ സബ്മിറ്റ് ചെയ്യുന്നു, അങ്ങനെ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെ എക്സിക്യൂഷൻ ആവുന്നു, അതിൻ്റെ റെസ്പോൺസ് എങ്ങനെ കിട്ടുന്നു, സെർവറായിട്ടുള്ള കണക്ഷൻ, അതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ PHP ഫോം എന്താണെന്ന് നോക്കാം. നമ്മൾ HTML ഫോമൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? HTML ഫോം എന്താ, കുറേ ഇൻപുട്സ് ഉണ്ടാവും. നമ്മൾ ആ ഇൻപുട്സ് ഫില്ല് ചെയ്യും, സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ആ റിക്വസ്റ്റ് സെർവറിൽ പോകുന്നു, നമുക്ക് റെസ്പോൺസ് കിട്ടുന്നു. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ PHP ഫോം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഫോംസ് തന്നെയാണ്. ആ ഫോംസിൽ നമ്മുടെ ക്ലയൻസിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ട് അതെന്ത് ചെയ്യുന്നു, സെർവറിലേക്ക് പാസ് ചെയ്യുന്നു. അതിൽ നെയിം, കോഴ്സ് അല്ലെങ്കിൽ ഇമെയിൽ, അങ്ങനെ എന്ത് ഫീൽഡാണോ നമുക്ക് കൊടുക്കേണ്ടത്, അത് ഇൻപുട്ട് ബോക്സ് ആയിട്ടോ, അതായത് ടെക്സ്റ്റ് ബോക്സ് ആയിട്ടോ, പാസ്വേഡ് ബോക്സ് ആയിട്ടോ, അല്ലെങ്കിൽ റേഡിയോ ബട്ടൺ, അങ്ങനെ പല ടൈപ്പിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോംസിൻ്റെ കൺട്രോൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് യൂസറിൻ്റെ അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ ഇൻപുട്സിനെ അക്സെപ്റ്റ് ചെയ്ത് കളക്ട് ചെയ്ത് അതിനെ സെർവറിലേക്ക് അയക്കുന്നു അല്ലേ? അപ്പോൾ അത് തന്നെയാണ് PHP ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി PHP എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എന്താ ചെയ്യുന്നത്, ഇപ്പോൾ ഫോമിൽ പല കൺട്രോൾസ് ഉണ്ട്. ടെക്സ്റ്റ് ബോക്സ്, കോംബോ ബോക്സ്, അതുപോലെ ബട്ടൺ, അതുപോലെ പല ടൈപ്പ് ഇൻപുട്സ് ഉണ്ട്. അതുവഴി വരുന്ന ഡാറ്റാസിനെ ആക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ സെർവറായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് PHP ചെയ്യുന്ന കാര്യം. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ക്ലയൻറ്റ് ഒരു ഇൻഫോർമേഷനെ സെർവറിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ ആ ഡീറ്റെയിലിനെ ഹാൻഡിൽ ചെയ്ത് അതിൽ വർക്ക് ചെയ്ത് അത് ഡാറ്റാബേസായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാറ്റാബേസായിട്ട് കണക്ട് ചെയ്ത് അതിൽ നിന്ന് റിസൾട്ട് എടുത്ത് തിരിച്ച് ക്ലയൻറ്റിന് തന്നെ സബ്മിറ്റ് ചെയ്യുക. അതാണ് PHP ചെയ്യുന്ന കാര്യം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കുഞ്ഞൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, അത് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ റിസൾട്ട് നമ്മൾ നോക്കില്ലേ, അതായത് എങ്ങനെ നമ്മൾ നോക്കുക, ആ ഒരു വെബ്സൈറ്റിൽ കയറും, നമ്മുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യും, സബ്മിറ്റ് കൊടുക്കും. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് വരും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ഒരു ഫോമിൽ നമ്മുടെ എക്സാമിനേഷൻ റിസൾട്ട് നോക്കുന്ന ആ ഒരു ഫോമാണ്. അതിൽ രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ റോൾ നമ്പർ നമ്മളവിടെ കൊടുക്കണം, ആ ഒരു ഇൻപുട്ട് ബോക്സിൽ കൊടുക്കണം. എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ രജിസ്റ്റർ നമ്പർ എങ്ങോട്ടാണ് പോണേ, നമ്മുടെ സെർവറിലേക്ക് പോകും. ഇവിടെ PHPയിലേക്കാണ് പോണത്. PHPയുടെ സെർവറാണ് അപ്പാച്ചെ. അപ്പോൾ അതിലേക്ക് പോകുന്നു. ഇനി ആ PHP സെർവർ എന്ത് ചെയ്യുക, ആ ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്ന് നോക്കൂ അല്ലേ? ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ ഡാറ്റ എവിടെയുള്ളത്, ഡാറ്റാബേസിലാണുള്ളത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഡാറ്റാബേസ് MySQL ആണ്. അപ്പോൾ നേരെ PHP എന്ത് ചെയ്യും, ആ വരുന്ന രജിസ്റ്റർ നമ്പറിനെ അല്ലെങ്കിൽ റോൾ നമ്പറിനെ നേരെ MySQL ആയിട്ട് അല്ലെങ്കിൽ MySQLിലേക്ക് വിടും അല്ലേ? അവിടെ ചെന്നിട്ട് എന്ത് നോക്കും, ഇങ്ങനെ ഒരു രജിസ്റ്റർ നമ്പർ അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ റോൾ നമ്പർ അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡാറ്റാസ് ഏതൊക്കെ എന്നുള്ളത് അവിടെ നിന്ന് തിരിച്ച് PHPയിലേക്ക് എടുക്കും. എന്നിട്ട് ആ ഡാറ്റേനെയാണ് നമുക്ക് റിസൾട്ടായിട്ട് ക്ലയൻറ്റിലേക്ക് തന്നെ അയക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, നമ്മുടെ മാർക്ക്, നമ്മുടെ സബ്ജക്ട്സ്, ഓരോ മാർക്ക്, എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് അവിടെ നടക്കുന്നത്. ഇൻ കേസ് ആ രജിസ്റ്റർ നമ്പർ അവിടെ ഇല്ല എന്നുണ്ടെങ്കിലോ ഡാറ്റാബേസ് PHPയോട് പറയും ഇങ്ങനൊരു രജിസ്റ്റർ നമ്പർ ഇല്ല. അപ്പോഴാണ് നമുക്ക് എന്ത് വരിക, റോങ് രജിസ്റ്റർ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എറർ മെസ്സേജ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു PHP ഫോമിൽ നടക്കുന്ന കാര്യങ്ങൾ. സെയിം നമ്മൾ HTTP ക്ലയൻറ്റ് സെർവർ കാര്യങ്ങൾ പഠിച്ചില്ലേ, സെയിം അത് തന്നെയാണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് PHP ഗ്ലോബൽ വാരിയബിൾസ്. നമുക്കറിയാം ഗ്ലോബൽ വാരിയബിൾസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഗ്ലോബൽ വാരിയബിൾസ് എന്ന് വെച്ചാൽ എന്താ, നമ്മളൊരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന വാരിയബിൾസിനെ ആ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലേ? ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന വാരിയബിൾസിനെ എവിടെ വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ അതിനെയാണ് ഗ്ലോബൽ വാരിയബിൾസ് എന്ന് പറയുക. അപ്പോൾ PHPയിലുള്ള ഗ്ലോബൽ വാരിയബിൾസും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കോഡിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ആക്സസിബിൾ ആയിരിക്കും. ഇനി ഈ ഗ്ലോബൽ വാരിയബിൾസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിലെ നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നതാണ് സൂപ്പർ ഗ്ലോബൽ അറേയ്സ്. സൂപ്പർ ഗ്ലോബൽ അറേയ്സ് എന്ന് പറയുന്നത് PHPയിൽ ഒരു പ്രീ ഡിഫൈൻഡ് അറേയാണ്. ഇതൊരു സ്പെഷ്യൽ വാരിയബിൾ ആണ്. അപ്പം നമുക്ക് ഇവിടെ PHPയിൽ കുറച്ച് സൂപ്പർ ഗ്ലോബൽ അറേയ്സ് ഏതൊക്കെയാണെന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു ടേബിളിൽ $, ഗ്ലോബൽസ്,
ഡോളർ ഗ്ലോബൽസ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഗ്ലോബൽ അറേയാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? വാരിയബിൾസ് അവൈലബിൾ ഇൻ ദി ഗ്ലോബൽ സ്കോപ്പ്. അതായത് ഗ്ലോബൽ സ്കോപ്പിൽ നിൽക്കുന്ന വാരിയബിൾസിനെ ആണ് ഈ ഗ്ലോബൽസിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എന്താ പറഞ്ഞത്? ഗ്ലോബൽസ് എന്ന് പറയുന്ന ആ ഒരു അറേ, ഡോളർ ഗ്ലോബൽസ് എന്ന് പറയുന്ന അറേ ഗ്ലോബലി ഡിക്ലെയർ ചെയ്തിട്ടുള്ള വാരിയബിൾസിനെ ഹോൾഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ആണ് ഡോളർ അണ്ടർസ്കോർ സെർവർ. അതായത് ഇൻഫോർമേഷൻ അബൌട്ട് ദി സെർവർ, സെർവറിൻ്റെ ഇൻഫോർമേഷൻസ് നമുക്ക് ഫെച്ച് ചെയ്ത് തരും. പിന്നെ ഡോളർ അണ്ടർസ്കോർ ഗെറ്റ്, അതെന്താ ഉദ്ദേശിക്കുന്നത്? ഡാറ്റ പാസ്ഡ് യൂസിങ് ദ HTTP ഗെറ്റ് മെത്തേഡ്. ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡാറ്റ പാസ് ചെയ്യുമ്പോഴുള്ള അത്രയും ഡാറ്റാസിനെയാണ് നമുക്ക് ഈ അണ്ടർസ്കോർ ഗെറ്റ് എന്ന് പറയുന്ന സൂപ്പർ ഗ്ലോബൽ വാരിയബിൾ നമുക്ക് തരുന്നത്. അതുപോലെ ഡോളർ അണ്ടർസ്കോർ പോസ്റ്റ്, അതെന്തായിരിക്കും? പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഡാറ്റ പാസ് ചെയ്യുമ്പോൾ ആ ഡാറ്റാസിനെ നമുക്ക് ഫെച്ച് ചെയ്ത് തരുന്നു. അതുപോലെ ഡോളർ അണ്ടർസ്കോർ റിക്വസ്റ്റ്, റിക്വസ്റ്റ് എന്താ? ഡാറ്റ പാസ്ഡ് വയ ആൻ HTTP റിക്വസ്റ്റ്, HTTP റിക്വസ്റ്റ് വഴി പാസ് ചെയ്യുന്ന ഡാറ്റേനെ നമുക്ക് ഫെച്ച് ചെയ്ത് വയ്ക്കുന്നു. പിന്നെ ഡോളർ അണ്ടർസ്കോർ ഫയൽസ്, ഡാറ്റ പാസ്ഡ് ബൈ ആൻ HTTP ഫയൽ ഇൻപുട്ട്, അതായത് ഫയൽസ് വഴി HTTP ഇൻപുട്ട് ഫയലുകളായിട്ട് അയക്കുമ്പോൾ അത്തരം ഡാറ്റാസിനെ നമുക്ക് ഫെച്ച് ചെയ്ത് തരുന്നു. പിന്നെയുള്ളതാണ് ഡോളർ അണ്ടർസ്കോർ സെഷൻ, കറണ്ട് സെഷൻ ഡാറ്റ സ്പെസിഫിക് ടു ദി യൂസർ, സെഷൻ ഡാറ്റേനെ നമുക്ക് കാണിച്ചു തരുന്നു. പിന്നെയുള്ളതാണ് ഡോളർ അണ്ടർസ്കോർ കുക്കി, ഡാറ്റ സ്റ്റോർഡ് ഓൺ ദി യൂസേഴ്സ് ബ്രൗസർ ആസ് എ കുക്കി. കുക്കി എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ഒരു യൂസർ ബ്രൗസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസിനെയാണ് നമ്മൾ കുക്കി എന്ന് പറയാം. അപ്പോൾ ആ കുക്കീനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഈ അണ്ടർസ്കോർ കുക്കി എന്ന് പറയുന്ന സൂപ്പർ ഗ്ലോബൽ അറേയിൽ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് പഠിക്കാനുണ്ട്. എല്ലാ സൂപ്പർ ഗ്ലോബൽ അറേസും നമുക്ക് പഠിക്കാനില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് PHP ഡോളർ ഗ്ലോബൽസ് എന്ന് പറയുന്ന PHP അറേയാണ്, സൂപ്പർ ഗ്ലോബൽ അറേയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഗ്ലോബൽസ്? നമ്മൾ പറഞ്ഞതാണ് ഗ്ലോബലി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഗ്ലോബൽ സ്കോപ്പുള്ള വാരിയബിൾസിനെയാണ് ഈ ഗ്ലോബൽസ് എന്ന് പറയുന്ന അറേ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. Dollar globals is a PHP super global variable which is used to access global variables from any word in the PHP script. അതായത് ഗ്ലോബൽ വാരിയബിൾസിനെ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാനായിട്ടാണ് ഈ ഗ്ലോബൽസ് എന്ന് പറയുന്ന PHP വാരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ ഒരു പ്രോഗ്രാം ഇവിടെ ചെയ്യുന്നുണ്ട്, പ്രോഗ്രാം 10.6 ടു ചെക്ക് ഗ്ലോബൽ അറേ. PHP കോഡാണ്. PHP ടാഗ് ഓപ്പൺ ചെയ്തു. എക്സ് എന്ന് പറയുന്ന വാരിയബിളിൽ 75 സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഗ്ലോബലിയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് അല്ലേ? കാരണം അതൊരു ഫംഗ്ഷനിലും ആയിട്ടല്ല നമ്മളതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ y = 25, വൈയും എന്താണ്? ഗ്ലോബലി ഡിക്ലെയർഡ് ആണ്. നെക്സ്റ്റ് ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഫംഗ്ഷൻ അഡീഷൻ. അഡീഷൻ എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഗ്ലോബൽസ് ഓഫ് Z, അതായത് ഗ്ലോബൽസ് എന്ന് പറയുന്നത് നമ്മുടെ PHP സൂപ്പർ ഗ്ലോബൽ വാരിയബിളാണ്. ഗ്ലോബൽസ് ഓഫ് Z എന്ന് പറയുന്ന ഒരു വാരിയബിൾ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഈക്വൽ ടു ഗ്ലോബൽസ് ഓഫ് X പ്ലസ് ഗ്ലോബൽസ് ഓഫ് Y. Z എന്ന് പറയുന്ന ഒരു വാരിയബിളിലേക്ക് എക്സും വൈയും ഗ്ലോബൽസ് വാരിയബിൾ യൂസ് ചെയ്തിട്ട് എക്സും വൈയും ആഡ് ചെയ്ത് സെഡിലേക്ക് സ്റ്റോർ ചെയ്യാണ്. നമ്മളൊരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന വാരിയബിൾസ് ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്കറിയാം. അതാണ് ലോക്കൽ സ്കോപ്പ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ സെഡിനെ നമുക്ക് പുറത്തിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഗ്ലോബൽസ് യൂസ് ചെയ്തിട്ടാണ് സെഡിനെ അവിടെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഗ്ലോബലി എവിടെ വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ പുറത്ത് അഡീഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തു. കോൾ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? സെഡ് എന്ന് പറയുന്ന വാരിയബിളിൽ എക്സും വൈയും ആഡ് ചെയ്തിട്ടുള്ള വാല്യൂവിനെ സ്റ്റോർ ചെയ്യും അല്ലേ? എക്സ് എത്രയാണ്? 75. വൈ എത്രയാണ്? 25. 75 + 25 100. ആ 100ന് സെഡിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അഡീഷൻ കോൾ ചെയ്തോടത്തേക്ക് തന്നെ വരും. അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ട്? എക്കോയിൽ സെഡിനെയാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? നമ്മൾ വേറൊരു വാരിയബിൾ വെച്ചിട്ടല്ല ഫംഗ്ഷനെ വിളിച്ചിട്ടുള്ളത് അല്ലേ? ആ ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള വാരിയബിളിനെയാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. ഇൻ കേസ് നമ്മൾ ഈ PHP യൂസ് ചെയ്തിട്ടല്ല ചെയ്തിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ സൂപ്പർ ഗ്ലോബൽ അറേ യൂസ് ചെയ്തിട്ടല്ല ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്തായാലും എറർ വരും. കാരണം സെഡ് എന്ന് പറയുന്നതിനെ നമുക്ക്
റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ, സെഡ് ഫംഗ്ഷൻ്റെ ഉള്ളിലിരിക്കുന്ന ആളാണ്. ആളുടെ സ്കോപ്പ് എന്ന് പറയുന്നത് ലോക്കൽ സ്കോപ്പാണ്. ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ പുറമേ നമ്മൾ സെഡിനെ എക്കോ വെച്ചിട്ട് പ്രിൻ്റ് ചെയ്തപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ 100 കാണാൻ പറ്റി. കാരണം എന്താ, ആ സെഡ് ഗ്ലോബൽസ് വെച്ചിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതാണ് ഗ്ലോബൽസിൻ്റെ പ്രത്യേകത. സൂപ്പർ ഗ്ലോബൽ ആഡ് ആയിട്ടുള്ള ഡോളർ ഗ്ലോബൽസ് എന്ന് പറയുന്ന വേരിയബിളിൽ എന്ത് ചെയ്യുന്നു, ഗ്ലോബലി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വേരിയബിളിനെ ആക്സസിബിൾ ആക്കാൻ പറ്റും. നെക്സ്റ്റാണ് സൂപ്പർ ഗ്ലോബൽ വേരിയബിൾ തന്നെയാണ് PHP $_server. നമ്മൾ നേരത്തെ പറഞ്ഞു, സെർവറിൻ്റെ ഇൻഫോർമേഷൻസ്, അതായത് ഹെഡേഴ്സ്, പാത്ത്, സ്ക്രിപ്റ്റ് ലൊക്കേഷൻസ്, ഇതൊക്കെ ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് വരിക. നമുക്കതിൻ്റെ പ്രോഗ്രാം നോക്കാം. പ്രോഗ്രാം 10.7 ടു ചെക്ക് $_server വേരിയബിൾ. ഇവിടെ PHP പ്രോഗ്രാം തന്നെയാണ്. PHP പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ എക്കോയിൽ $_server ഓഫ് PHP സെൽഫ് എന്ന് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം BR വിളിച്ചു. അതിനുശേഷം എക്കോയിൽ ഈ $_server ഓഫ് സെർവർ നെയിം അതിനെ ഡിസ്പ്ലേ ചെയ്തു. അതിനുശേഷം BR വെച്ചു. അതിനുശേഷം എക്കോയിൽ തന്നെ $_server ഓഫ് സ്ക്രിപ്റ്റ് നെയിം, ഇത്രയും കാര്യങ്ങൾ പ്രിൻ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഔട്ട്പുട്ടിൽ എന്താ കാണുന്നത്, #/p10.7.php ലോക്കൽ ഹോസ്റ്റ് ഇത് തന്നെ കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്താ സംഭവം, നമ്മുടെ സെർവറിൻ്റെ ഡീറ്റെയിൽസാണ്. അപ്പോൾ ഈ എന്താണ് PHP സെൽഫ്, എന്താണ് സെർവർ നെയിം, എന്താണ് സ്ക്രിപ്റ്റ് നെയിം എന്നൊക്കെ കൊടുത്തിരിക്കുന്നതെന്ന് അറിയണ്ടേ. അതിവിടെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. ഈ സെർവർ ഓഫ് PHP സെൽഫ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റിൻ്റെ ഫയൽ നെയിമാണ്. ആ ഫയൽ നെയിമാണ് അവിടെ /p-10-7.php എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ കറൻ്റ്ലി റൺ ചെയ്യുന്ന സ്ക്രിപ്റ്റിൻ്റെ ഫയൽ നെയിമിനെ ഡിസ്പ്ലേ ചെയ്യിക്കാനാണ് ഈ PHP സെൽഫ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സെർവറിൽ കറൻ്റ്ലി റൺ ചെയ്യുന്ന സ്ക്രിപ്റ്റിംഗ് ഫയലിൻ്റെ പേര് വന്നു. നെക്സ്റ്റ് _server ഓഫ് സെർവർ നെയിം കൊടുത്താലോ, എന്താണ് നമ്മളുടെ ഹോസ്റ്റ് സെർവറിൻ്റെ പേര്, അതായിരിക്കും നമുക്ക് വരിക. അതാണ് ലോക്കൽ ഹോസ്റ്റ് എന്ന് അവിടെ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് സ്ക്രിപ്റ്റ് നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക, സെയിം നമ്മുടെ PHP സെൽഫ് തരുന്ന അതേ ഫയൽ നെയിം തന്നെയായിരിക്കും നമുക്ക് സ്ക്രിപ്റ്റ് നെയിം കൊടുത്താലും തരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ _server എന്ന് പറയുന്ന സൂപ്പർ ഗ്ലോബൽ വേരിയബിൾ യൂസ് ചെയ്യുക. സെർവറിൻ്റേതായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇതുപോലുള്ള എലമെൻ്റ് അല്ലെങ്കിൽ കോഡ് വെച്ചിട്ട് നമുക്ക് ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റാണ് $_request. നമ്മൾ പറഞ്ഞു HTTP വഴി അയക്കുന്ന ഡാറ്റയുടെ ഇൻഫോർമേഷൻസ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. The $_request super global is an array that contains the contents of the $_get, _post and _cookie globals. എന്താ പറയുന്നത്, അതായത് ഗെറ്റ് വെച്ചിട്ടോ പോസ്റ്റ് വെച്ചിട്ടോ കുക്കി വെച്ചിട്ടോ ഒക്കെ നമ്മൾ HTTP റിക്വസ്റ്റൊക്കെ അയക്കുമല്ലോ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റിനെയാണ് റിക്വസ്റ്റ് എന്ന് പറയുന്ന സൂപ്പർ ഗ്ലോബൽ അരികിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഡാറ്റ കിട്ടുന്നത്, ഇപ്പോൾ നമ്മളുടെ ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആയിരിക്കും ആ ഡാറ്റേനെ എന്ത് ചെയ്യുന്നത്, കളക്ട് ചെയ്ത് ഈ റിക്വസ്റ്റ് എന്ന് പറയുന്ന സൂപ്പർ ഗ്ലോബൽ അരയിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അത് ഗെറ്റ് യൂസ് ചെയ്തിട്ടാണെങ്കിലും പോസ്റ്റ് യൂസ് ചെയ്തിട്ടാണെങ്കിലും കുക്കി യൂസ് ചെയ്തിട്ടാണെങ്കിലും ഉള്ള സൂപ്പർ ഗ്ലോബൽസിലുള്ള കണ്ടൻറ്റിനെ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ നമുക്കതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം നോക്കാം. പ്രോഗ്രാം 10.8. ഇവിടെ ഒരു HTML ഫോം ആയിട്ടുള്ള ഒരു കോഡ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ PHP കോഡ് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ആ റിക്വസ്റ്റിനെ എടുക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് HTML നോക്കാം. അവിടെ HTML ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ബോഡി ടാഗ് ഉണ്ട്, ഫോം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഫോമിൽ മെത്തേഡ് പോസ്റ്റാണ്, അതായത് പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഫോം പോകുന്നത്. ആക്ഷൻ കൊടുത്തിട്ടുണ്ട്, അതായത് ആക്ഷൻ എന്താ, ഈ ഫോം സബ്മിറ്റ് ചെയ്യുന്നത് ഏത് PHP കോഡിലേക്കാണ്, PHP സെർവറിലേക്കാണ്, അതാണ് ആക്ഷൻ. ചെക്ക് r.php എന്ന് പറയുന്നതിലേക്കായിരിക്കും പോവുക. നെക്സ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ടൊരു ലാബിൽ വെച്ചിട്ടുണ്ട്. ആ നെയിം അടിച്ചു കൊടുക്കാനുള്ള ഒരു ഇൻപുട്ട് ബോക്സ്, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് നെയിം ഈക്വൽ ടു fname എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ബോക്സിൽ ഔട്ട്പുട്ട് ബോക്സിൽ കാണാം നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻപുട്ട് ബോക്സ് അവിടെയുണ്ട്. അതിന് തൊട്ട് താഴെ സബ്മിറ്റ് ബട്ടണും വെച്ചിട്ടുണ്ട്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ്, വാല്യൂ ഈക്വൽ ടു സബ്മിറ്റ്. ശേഷം ഫോം ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്.
ബോഡി ക്ലോസ് ചെയ്തിട്ടുണ്ട്, HTML ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ബോക്സിൽ എന്താ, നെയിം DHC എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ഫോമിലുള്ള ഡാറ്റ എങ്ങോട്ടേക്ക് പോവും, ഈ ആക്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുള്ള check_r.php എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് പോവും. അതാണ് പ്രോഗ്രാം 10.8b കാണിക്കണം. അവിടെ എന്താ PHP കോഡ് ഉണ്ട് അല്ലേ. PHPയിൽ എന്ത് ചെയ്യുന്നു, ആ നെയിമിനെയാണ് നമുക്ക് കാണിക്കേണ്ടത് ഈ PHP പ്രോഗ്രാമിൽ. അപ്പോൾ എന്ത് ചെയ്യണം, ആ നെയിമിനെ നമുക്ക് അവിടെ നിന്ന് എടുക്കണം അല്ലേ. DHC നമ്മൾ കൊടുത്തിട്ടുള്ള നെയിമിനെ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് PHPയിലൊരു വാരിയബിൾ ഡിക്ലെയർ ചെയ്തു, $name ഈക്വൽ ടു എന്ത് ചെയ്യാണ്, റിക്വസ്റ്റ് ആയിട്ടല്ലേ വന്നിരിക്കണേ നെയിം. അതായത് HTML ഫോമിൽ നമ്മൾ DHC എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് ആ നെയിം റിക്വസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ റിക്വസ്റ്റിന് എടുക്കുകയാണ് $_request ഓഫ് എന്താണ് ഇൻപുട്ട് ബോക്സിൻ്റെ പേര്, നെയിം ഈക്വൽ ടു fname എന്ന് കൊടുത്തിട്ടുണ്ട്. fname ഇവിടെ കൊടുത്താൽ മതി. എന്നിട്ട് അത് എക്കോയിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഈ $നെയിമിനെ വെച്ചിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യുമ്പോൾ hello DHC എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട് കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണ് റിക്വസ്റ്റ് എന്ന് പറയുന്ന സൂപ്പർ ഗ്ലോബൽ അറേ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു HTML ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്തുള്ള ആ റിക്വസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യുന്നു, അതിലുള്ള കണ്ടൻറ്റിനെ സ്റ്റോർ ചെയ്യുന്നു. അതാണ് റിക്വസ്റ്റ്. നെക്സ്റ്റാണ് $_post. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന HTML ഫോമിലുള്ള ഡാറ്റേനെ കളക്ട് ചെയ്യാനാണ് ഈ $_post എന്ന് പറയുന്ന സൂപ്പർ ഗ്ലോബൽ അറേ ഉള്ളത്. അപ്പോൾ ഇവിടെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്, PHP $_post ഈസ് വൈഡ്ലി യൂസ്ഡ് ടു കളക്ട് ഫോം ഡാറ്റ ആഫ്റ്റർ സബ്മിറ്റിംഗ് ആൻ HTML ഫോം വിത്ത് മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ്. അപ്പോൾ ഇവിടെ പ്രോഗ്രാം നോക്കാം. പ്രോഗ്രാം 10.9a. അത് ഒരു HTML കോഡ് തന്നിട്ടുണ്ട്, അതിനുശേഷം ഒരു PHP കോഡ് തന്നിട്ടുണ്ട്. HTML കോഡിൽ തന്നിട്ടുള്ളത് ഒരു ഫോം തന്നെയാണ്. HTML ബോഡി ഫോം ടാഗിൻ്റെ ഉള്ള മെത്തേഡ് പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആക്ഷൻ p.php എന്ന് കൊടുത്തിട്ടുണ്ട്. നെയിം ലാബിൽ വെച്ചിട്ടുണ്ട്. ഒരു ഇൻപുട്ട് ബോക്സിനെ വെച്ചിട്ടുണ്ട്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, നെയിം ഈക്വൽ ടു fname. താഴെ സബ്മിറ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് സബ്മിറ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ്, വാല്യൂ ഈക്വൽ ടു സബ്മിറ്റ്. ഫോം ടാഗ് ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മുടെ ബോക്സ് കാണാം അല്ലേ. നെയിം DHC എന്ന് കൊടുത്തിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, അതിനെ നമ്മൾ പോസ്റ്റ് വെച്ചിട്ട് PHPയിൽ വിളിക്കുകയാണ്. PHP ടാഗ് ഓപ്പൺ ചെയ്തു. പ്രോഗ്രാം 10.9bയിലത്തെ കാര്യമാണ് പറയണേ. PHP ടാഗ് ഓപ്പൺ ചെയ്തു. നെയിം എന്ന് പറയുന്ന ഒരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് പോസ്റ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, fnameനെ വിളിക്കുകയാണ്. അതായത് മെത്തേഡ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആ പോസ്റ്റ് മെത്തേഡ് എന്ന് വരുന്ന റിക്വസ്റ്റിനെ നമ്മൾ എടുത്തു. എന്നിട്ട് fnameനെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ hello DHC എന്ന് പറഞ്ഞിട്ട് നമുക്ക് വന്നു. ഇതുപോലെ തന്നെയാണ് $_get. ഗെറ്റ് എന്താണ്, ഗെറ്റ് യൂസ് ചെയ്തിട്ട് ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഡാറ്റേനെ കളക്ട് ചെയ്യുന്നു. അതാണ് $_get. ഇവിടെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്, PHP $_get ഈസ് ഓൾസോ യൂസ്ഡ് ടു കളക്ട് ഫോം ഡാറ്റ ആഫ്റ്റർ സബ്മിറ്റിംഗ് ആൻ HTML ഫോം വിത്ത് മെത്തേഡ് ഈക്വൽ ടു ഗെറ്റ്. പോസ്റ്റ് പറഞ്ഞ പോലെ തന്നെയാണ്. ഇവിടെ പ്രോഗ്രാം തന്നിട്ടുണ്ട്. പ്രോഗ്രാം 10.10a. അതിൽ മറ്റേ HTML കോഡാണ്. അതിൽ കൊടുത്തിട്ടുള്ളത് ഫോമല്ല, ജസ്റ്റ് ഒരു ലിങ്കാണ്. ആ ലിങ്കിൽ href ഈക്വൽ ടു get.php എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ മെത്തേഡ് ഗെറ്റാണ്. get.php എക്സാം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് March 2014 ആൻഡ് വെബ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് URL കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ഗെറ്റ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ടും പോകും, ഈ dhckerala.gov.in പോകണം അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമാണ് തന്നിട്ടുള്ളത്. PHPയിൽ എക്കോയിൽ ഫൈൻഡ് എക്സാം റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഗെറ്റ് വെച്ചിട്ട് എക്സാമിനെയാണ് വിളിച്ചിട്ടുള്ളത്. എക്സാം എന്താ, March 2014. ഇനി അടുത്ത എക്കോയിൽ @.get എന്ന് പറഞ്ഞിട്ട് വെബിനെ വിളിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ടിൽ ഫൈൻഡ് എക്സാം റിസൾട്ട് March 2014 എന്ന് പറഞ്ഞിട്ട് വന്നു. ആ ഒരു വെബ് അഡ്രസ്സും വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഗെറ്റ് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഉള്ള ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യാം.